ഹായ് ഗൈസ്, എൻ്റെ പേര് റോജി. ഈ ചാനലിൽ നമ്മുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഞാൻ ആസ് പ്രോമിസ്ഡ് ഈ ചാനലിലൂടെ നമ്മൾ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും മോസ്റ്റ്ലി പറയാൻ പോകുന്നത്. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡീപ് സീക്ക് എന്ന് പറയുന്നൊരു AI മോഡൽ ലാസ്റ്റ് വീക്ക് നമ്മൾ ചൈനയിൽ നിന്ന് വന്നത് നമ്മൾ കണ്ടിരുന്നു. സോ ആ AI മോഡലിൽ US ഓപ്പൺ AI ചാറ്റ് GPT AI മോഡലിനേക്കാളും കുറേ മുന്നിലാണ്, കുറേ ബെഞ്ച് മാർക്സിൽ അവരെക്കാൾ മുന്നിലാണ്. ആൻഡ് യു കുഡ് സീ ദാറ്റ് ദേ ആക്ച്വലി വൈപ്ഡ് ഔട്ട് ദ എൻറ്റയർ S&P 500. ലൈക്ക് മോസ്റ്റ് AI സ്റ്റോക്സ് വെർ ഡൗൺ ദാറ്റ് ഡേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ലൈക്ക് ഹൗ ഇസ് ഡീപ് സീക്ക് മോഡൽ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ബെറ്റർ ഓർ ഹൗ ഇസ് ഇറ്റ് ഇൻ പാർ വിത്ത് ഓപ്പൺ AI's ചാറ്റ് GPT എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് യൂസ് കേസസ് ലൈക്ക് ഐ വിൽ ബി ഗീവിങ് സം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ബിറ്റ്വീൻ ഓപ്പൺ AI ആൻഡ് ഡീപ് സീക്ക്. എന്നിട്ട് നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് നമ്മൾക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. എന്തായാലും ഞാൻ എൻ്റെ സ്ക്രീനിൽ ഒരു ടാബിൽ ചാറ്റ് GPTയും ഒരു ടാബിൽ ഡീപ് സീക്കും ഉണ്ട്. എനിക്ക് ഒരു സ്റ്റിക്കി നോട്ട്സിൽ ഞാനിങ്ങനെ ഞാൻ എന്താ കമ്പാരിസനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റിക്കി നോട്ട് ലൈക്ക് write a Python program that shows a ball bouncing inside a spinning hexagon. This ball should be affected by gravity and friction and it must bounce off the rotating walls realistically. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റാണ് ഞാനിപ്പോൾ ചാറ്റ് GPTക്കും ഡീപ് സീക്കിനും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ക്രിപ്റ്റും എങ്ങനെ അവരുടെ പൈത്തോൺ കോഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നോക്കാം. ഇതെന്തായാലും ചാറ്റ് GPTക്ക് കൊടുക്കാം. ചാറ്റ് GPT അവിടെ വർക്ക് ചെയ്യട്ടെ. ഇവിടെ ഡീപ് സീക്കിന് കൊടുക്കാം. ഡീപ് സീക്കും അവിടെ വർക്ക് ചെയ്യട്ടെ. എങ്ങനെ അവർ കണ്ടില്ലേ ഗൈസ്? ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര പെട്ടെന്നാണ്. AIയുടെ ഒരു വേൾഡ് എന്ന് വെച്ചാൽ പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് ടു ഫാസ്റ്റ് ദാറ്റ് AI ക്യാൻ പ്രൊഡ്യൂസ് സച്ച് തിങ്സ്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഫാസിനേറ്റഡ് ആണ്. ലൈക്ക് ഒരാൾക്കിപ്പം പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ അറിഞ്ഞാൽ മതി. ലൈക്ക് യു ഷുഡ് നോ പ്രോഗ്രാമിങ്. ഞാൻ പറയുന്നില്ല പ്രോഗ്രാമിങ് പഠിക്കേണ്ടതെന്ന്, പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ലൈക്ക് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ചാറ്റ് GPT നമ്മുടെ സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. ഇത് പൈത്തണിൽ. എന്തായാലും ഈ സ്ക്രിപ്റ്റ് നമുക്കൊന്ന് ചാറ്റ് GPTയുടെ റൺ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ എടുക്കട്ടെ. വിഷ്വൽ സ്റ്റുഡിയോ എടുക്കുന്നുണ്ട്. ഇത് വിഷ്വൽ സ്റ്റുഡിയോ തന്നെ റൺ ചെയ്യണമെന്നില്ല. ഇത് നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും റൺ ചെയ്യാം. നമുക്കിപ്പോൾ പൈച്ചാമിനാണെങ്കിൽ പൈച്ചാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ക്രിപ്റ്റിൽ റൺ ചെയ്യും. ഞാനിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഇത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും ഞാനൊന്ന് റൺ ചെയ്യട്ടെ. ഇത് ചാറ്റ് GPT നമ്മൾ ഈ സ്ക്രിപ്റ്റ് എടുത്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഒന്ന് റൺ ചെയ്യട്ടെ. ഗൈസ്, എൻ്റെ സിസ്റ്റത്തിനകത്ത് പൈഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ആക്ച്വലി പൈഗെയിം എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. ഇറ്റ്സ് ആക്ച്വലി എ ലൈബ്രറി വെർ യു ക്യാൻ റൺ ദിസ് പൈത്തൺ ഗെയിംസ്. എന്തായാലും ഒന്ന് റൺ ചെയ്യട്ടെ. ഇറ്റ്സ് റൺ ചെയ്യാൻ ഇത്ര പാടൊന്നുമില്ല. ലൈക്ക് നമുക്ക് ലൈബ്രറി ഇൻസ്റ്റാൾ ആയ ലൈബ്രറിയുടെ പേര് കൊടുത്താൽ മതി. പൈഗെയിം ആണെങ്കിൽ പൈഗെയിം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. ലൈക്ക് ഡൗൺലോഡ് ആവട്ടെ. അതുവരെ നമുക്കിത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ഡീപ് സീക്ക് ഇവിടെ വരാൻ നോക്കട്ടെ. ഡീപ് സീക്ക് ആക്ച്വലി കുറച്ചുകൂടെയൊക്കെ ആദ്യമേ തന്നെ പറയുന്നുണ്ട് പിപ്പ് ഇൻസ്റ്റാൾ പൈഗെയിം തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ കോഡ് തന്നിട്ടുണ്ട്. എന്തോ hexagon rotation. The hexagon is defined by its vertices, which are calculated based on its center radius and rotation angle. The hexagon rotates continuously by incrementing the hexagon angle. Okay. The ball physics ഒക്കെ പറഞ്ഞിട്ടുണ്ട്. Ball is affected by gravity and friction. ആയാലും ഇതിവിടെ വരെയാണ് നോക്കിട്ടത്. ഇത് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയി. എന്നിട്ട് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ റൺ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇപ്രാവശ്യം വരേണ്ടതാണെന്ന് തോന്നുന്നു. യെസ്, ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചാറ്റ് GPTയുടെ കോഡ് വളരെ സ്മൂത്തായിട്ടാണ് റൺ ചെയ്യുന്നത്. ഇറ്റ്സ്
ഇത് കുറച്ചിപ്പം ഫാസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കുറച്ച് സ്ലോ ആക്കാൻ വല്ല വഴിയുണ്ടോ? ടൈം ക്ലോക്ക്, ഫ്രിക്ഷൻ, ഞാനിവിടെ എന്താണ് സ്ക്രിപ്റ്റിൽ കൊടുത്തത്? degree per frames, excellent ball properties, screen setup, velocity dot product, radius dot നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാം. വാട്ട് is the factor in the code that affects the speed of spinning the hexagon in the code? Rotation speed ഇവിടെ rotation speed. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേഷൻ സ്പീഡ് നമ്മൾ ഞാനൊന്ന് കുറച്ച് നോക്കട്ടെ. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിങ്ങനെയാണ് റൺ ചെയ്യുന്നത്. ബോൾ പോയത് എനിക്ക് തോന്നുന്നു. ബോൾ കുറച്ച് സമയം ഡിസപ്പിയർ ആവുന്നത്. റൊട്ടേഷൻ സ്പീഡ് ഞാനൊരു 1 എടുക്കട്ടെ, എന്നിട്ട് റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ സ്ലോ ആയിട്ടുണ്ട്. ബട്ട് ദർ ഇസ് സംതിങ് ഹാപ്പനിങ്, ലൈക്ക് ആ ബോൾ. ഓക്കെ, ഈ പ്രോബ്ലം ആക്ച്വലി ഈ പ്രോഗ്രാം ആക്ച്വലി ചാറ്റ് ജി പി ടിയുടെ അത്ര നല്ലതായിട്ട് റൺ ചെയ്യുന്നില്ല. യു ക്യാൻ സീ ലൈക്ക് ദർ ആർ സം പ്രോബ്ലംസ് ഇൻ ദ പ്രോഗ്രാം. എന്തായാലും നമുക്കിനി ഡീപ് സീക്കിൻ്റെ ഒന്ന് നോക്കാം. ഡീപ് സീക്കിൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. ഓക്കെ, അത് ബോള് വരുമ്പോഴേ വെളിയിലോട്ട് പോകും. അത് അവിടെ നിന്നും പോയി. നമുക്ക് എന്തായാലും ഡീപ് സീക്കിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു നോക്കിയാലോ. ബോൾ goes out of the screen while the program is running. The issue of the ball going out of the screen is likely due to the collision detection and reflection logic not being robust, and specifically the point in the polygon function. Okay, another function, point in the polygon function. Okay, അപ്പോൾ ഈ ഫംഗ്ഷൻ ആക്ച്വലി ബോളിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. reflect ball function and പുതിയൊരു സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഒന്ന് റിവൈസ്ഡ് വേർഷൻ ആണെന്ന് തോന്നുന്നു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കട്ടെ. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ബോൾ ഇസ് ബാഡ്. ഓക്കെ ഗൈസ്, എന്തായാലും രണ്ടും ഏകദേശം ലൈക്ക് യു ക്യാൻ സീ ദർ ആർ സം പ്രോബ്ലംസ് ഇൻ ദിസ്. ഇതൊന്ന് റിവൈസ് ചെയ്യണം. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ആവുമെന്ന്. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ എനിക്കിപ്പോൾ ഇത്രേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ലൈക്ക് നെക്സ്റ്റ് വീഡിയോസ് ഓൺവേർഡ്സ് ഐ ക്യാൻ സീ വാട്ട് ഐ ക്യാൻ ഡു. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ചാനലിൻ്റെ പേര് എനിക്കറിയത്തില്ല എത്രത്തോളം നല്ലതായിരിക്കുമെന്ന്. RM വ്ളോഗ്സ് എന്നാണ് ഇപ്പോൾ തൽക്കാലം ഈ ചാനലിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ലൈക്ക് ഇനിയും വരുന്ന ഫ്യൂച്ചറിൽ ലൈക്ക് ഐ എം പ്ലാനിങ് ടു ഡു ലൈക്ക് AI റിലേറ്റഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനും വേറെ ഹൗസിംഗ് പ്രൈസസും പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഇത് ആക്ച്വലി ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി കുറച്ചുകൂടെ ഫൺ ആൻഡ് ഇൻട്രാക്റ്റീവ് വേ കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾ ഞാനൊരു പ്രോ ആണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നാലും നമുക്ക് കൂടുതൽ ആൾക്കാർക്കായിട്ട് റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.